discuss the problems on the relation L is equal to r theta. Here L is arc length, r is radius of circle and theta is central angle in radian measure. Okay, so അത് മൂന്നും റിലേറ്റഡ് ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. സോ ആ റിലേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് റേഡിയസ്, ഓക്കെ, ദിസ് ഇസ് ആർക്ക് ലെങ്ത് L and this is the central angle in radian measure. Okay, so that is theta. So we have the relation L is equal to r theta. ഒരു റിലേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സോ ഇത് L is equal to r theta എന്ന് കഴിഞ്ഞാൽ we can write r is equal to L by theta and theta is equal to L by r. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ഈ ഒരൊറ്റ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓർക്കുക, when we are given arc length, radius and central angle, they are related by this formula. L is equal to r theta, where L is arc length, r is radius of the circle and theta is the central angle. So we have the first problem on this relation. Example 3, page number 53. Find the radius of the circle in which a central angle of 60 degree intercepts an arc of length 37.4 centimeter. Use pi is equal to 22/7. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് തന്നത് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. We need to find the radius of the circle, okay, in which central angle. So in the case of സർക്കിളിന്റെ കേസിൽ സെൻട്രൽ ആംഗിൾ വന്നിട്ടുണ്ട്, ആർക്ക് ലെങ്ത്തും റേഡിയസും സെൻട്രൽ ആംഗിളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ഫോർമുല അറിയാം, L is equal to r theta. So in that case we denote central angle by theta. Okay, so give one central angle theta is equal to 60 degree. ഇനിയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രിഗണോമെട്രി ഇവിടെ നമ്മൾ സർക്കുലർ ഫംഗ്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. സോ നമ്മൾ ആംഗിൾ തീറ്റ റേഡിയൻ മെഷറിൽ ആയിരിക്കും. സോ 60 ഡിഗ്രീനെ റേഡിയൻ മെഷറിൽ എങ്ങനെ എഴുതാം? സോ നമ്മൾ ആ ഒരു ഫോർമുല ഒന്ന് യൂസ് ചെയ്തിട്ട് 60 ഡിഗ്രീനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ നോക്കരുത്. ഇതൊരു കോമൺ ആംഗിൾ ആണ്, അത് ഓൾറെഡി പഠിക്കാൻ പറഞ്ഞിരുന്നു. 60 ഡിഗ്രി ഇൻ റേഡിയൻ മെഷർ ഇസ് ഈക്വൽ ടു π/3. So pi by 3 radian ആണ് central angle. Okay, ഇനി then we are given arc of length. Arc length is equal to, arc lengthന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ L എന്നാണ്. So L is equal to 37.4 centimeter. We have to find radius of circle. Radius of circle r എന്നാണ് നമ്മൾ എഴുതുന്നത്. We need to find it. Okay, so theta L r ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. We have, അത് ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. L is equal to r theta. നമുക്ക് പഠിച്ചു വെച്ച ഫോർമുല എന്താണോ അത് തന്നെ എഴുതാം. So what is L here? L is 37.4. That's equal to r നമുക്ക് അറിയില്ല, so r എന്ന് തന്നെ എഴുതാം. Theta is π/3. So into π/3. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറാണ്. സോ ആറിനെ മാത്രം ഒരു സൈഡിൽ കീപ്പ് ചെയ്ത് അതിന്റെ കൂടെയുള്ള നമ്പേഴ്സ്, അതിന്റെ കൂടെയുള്ള ടേംസിനെയൊക്കെ മറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ നമുക്ക് 6 മാത്രം വെക്കണം. സോ വി നീഡ് ടു ടേക്ക് ദിസ് π/3 ടു അതർ സൈഡ്. ഓക്കെ, സോ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വി റൈറ്റ് ദ റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് ഫ്രാക്ഷൻ. So already on left side we have 37.4. When we take this π/3 from one side to other, we write into 3/π. Okay, that is equal to r. So we can write r is equal to 37.4 into 3/π. So പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത് കൊടുക്കണമെന്ന്, 22/7. ഓക്കെ, കാൽക്കുലേഷനിൽ നമ്മൾ സാധാരണ 27/7 തന്നെയാണ് 22/7 തന്നെയാണ് കൊടുക്കുക. ഇനി ഇൻ കേസ് അത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ 22/7 കൊടുക്കുക, 3.14 കൊടുക്കണമെന്നില്ല. ഓക്കെ, സോ 37.4
into compound fraction ആണ്. Compound fraction that is ന്യൂമറേറ്ററിൽ 3 ഒരു നമ്പർ, ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആണ് വരുന്നത്. സോ കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് പറയും. സോ ഡിനോമിനേറ്ററിലെ ഡിനോമിനേറ്ററിനെ നമ്മൾ മുകളിലേക്ക് എടുക്കും. സോ വി ഹാവ് 3 into 7 by 22. ഓക്കെ, നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ആർ. ഓക്കെ, സോ 37.4 into 3 into 7 by 22 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. 37.4 is multiple of 2, 22 is multiple of 2. So 37.4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ what you get? 37.4 divided by 2. It's a multiple of 2, so it can be divided by 2. 1 into 2, 2. 3 minus 2, 1. So 17. 8 into 2, 16. So 17 minus 16, 1. Okay, അത് കഴിഞ്ഞിട്ട് എഴുതേണ്ട നമ്പർ ഡെസിമൽ പ്ലേസിലെ നമ്പർ ആണ്. സോ ആ ഡെസിമൽ പോയിന്റ് മുകളിലേക്ക് എഴുതുക, ആ നമ്പർ താഴേക്ക് എഴുതുക. സോ 7 into 2, 14. സോ 18.7 ആണ്. 37.4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക 18.7 into 3 into 7 is 21 by 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത് 18.7 എഴുതി. സോ ഞാൻ ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. ഓക്കെ, ഇനി സാധാരണ പോലെ തന്നെ ന്യൂമറേറ്ററിലുള്ള 18.7ഉം 21ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 18.7ൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ 187 എടുക്കുക. 187നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 7 into 1 7, 8 into 1 8, 1 into 1 1. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. 2 into 7 14, 1 will be carried forward. 2 into 8 16 plus 1 17, 1. 1 into 2 2 plus 1 3. Okay, so we have 7, 8 plus 4 12, 1 plus 7 8 plus 1 9 and 3. Okay, so we get 3927. ഇവിടെ ഈ രണ്ട് നമ്പേഴ്സിലും ഡെസിമൽ പ്ലേസ് ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്. സോ ഒരു ഡെസിമൽ പ്ലേസ് മാറി പോയിന്റ് ഇടുക. സോ വി ഗെറ്റ് 392.7 by 11. Now we have to divide 392.7 by 11. Okay, so 39 we consider. 3 into 11 is 33. 39 minus 33 is 6. So we have 62. 5 into 11 is 55. Okay, now 62 minus 55 is 7. Okay, next number decimal partle number ആണ്. So point നമ്മൾ മുകളിലേക്ക് മാറ്റുന്നു. So 77 we have. So 7 into 11 is 77. Remainder 0. So 35.7. Okay, 392.7 by 11 is 35.7. So this is the radius of the circle. So this is centimeter. Okay, so radius of the circle is equal to 35.7 centimeter. Exercise 3.1 question number 4. Find the degree measure of the angle subtended at the center of a circle of radius 100 centimeter by an arc of length 22 centimeter. Use pi is equal to 22 by 7. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് റഫ് ഫിഗർ വരയ്ക്കണമെങ്കിൽ അത് വരച്ചു നോക്കാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിളിന്റെ ഡിഗ്രി മെഷറാണ്, സെൻട്രൽ ആംഗിളിന്റെ ഡിഗ്രി മെഷറാണ്. ഓക്കെ, സോ ആംഗിൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. സോ തീറ്റ നമുക്ക് കിട്ടുക റേഡിയൻ മെഷറിലായിരിക്കും. ഓക്കെ, സോ സെൻട്രൽ ആംഗിൾ, ലെറ്റ് സെൻട്രൽ ആംഗിൾ ബി theta. Okay, now we are given radius of circle 100 centimeter. Radius r is equal to 100 centimeter. Arc length 22 centimeter. Arc length, which is denoted by L, is equal to 22 centimeter. Okay, so if formula use the theta കാണുമ്പോൾ theta will be in radian measure. After that you have to convert it into degree measure. Okay, so we know that we have L is equal to r theta. So ഇവിടെ നിന്ന് നമുക്ക് theta ആണ് കാണേണ്ടത്. So formula നമുക്ക് മാറ്റി എഴുതാൻ വേണമെങ്കിൽ which implies theta is equal to L by r. Okay, so that is theta is equal to what is L? L is 22 centimeter here. And r is 100 centimeter. So 22 by 100. Okay, so
So 22 by 100 is നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 22നെ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. So 22 by 2 is 11, 100 by 2 is 50. So 11 by 50 റേഡിയൻ ആണ് നമുക്ക് കിട്ടിയത്. സോ ഇതിനെ നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി നോ ദാറ്റ് ഒരു റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി മൾട്ടിപ്ലൈ ദ റേഡിയൻ മെഷർ ബൈ 180 by pi. Okay, so we have 11 by 50 into 180 by, instead of pi we can put 22 by 7. So we have 11 by 50 into compound fraction 7 will go to the numerator, 180 into 7 by 22. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ 11 ഉണ്ട്, 22 ഡിനോമിനേറ്ററിലുണ്ട്. സോ രണ്ടും 11ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11 by 11 1, 22 by 11 2. ഓക്കെ, എഗെയിൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ നമുക്ക് 180 ഉണ്ട്, 50 ഉണ്ട്. രണ്ടിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 180 by 10 is 18, 50 by 10 is 5. Okay, so what do you have? Numerator we have 18 into 7. Denominator namukku 5 into 2, 10. Okay, again this can be simplified. 18 and 10 are multiples of 2, so both can be divided by 2. 18 by 2 is 9, 10 by 2 is 5. So 9 into 7, 63, 63 by 5. 63 by 5 ഡിഗ്രി ആണ് വരും. ഇങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ ഡിഗ്രി എഴുതാറില്ല. നമ്മൾ അതിനെ സാധാരണ തൊട്ട് മുന്നേ ചെയ്തതുപോലെ മിനിറ്റ്സിലേക്കും സെക്കൻഡ്സിലേക്കൊക്കെ മാറ്റി എഴുതണം. ഓക്കെ, സോ 63നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 into 5 5, 6 minus 5 1, so we have 13, 2 into 5 10, 3 remainder. Okay, so this can be written as quotient 12 plus remainder 3 divisor 5 degree. So this can be written as 12 degree plus 3 by 5 degree. Okay, അപ്പോൾ ഈ 3 by 5 ഡിഗ്രീനെ നമുക്ക് മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. You know that 1 degree is 60 minutes. Here we have 3 by 5 degree. അതിന് എങ്ങനെയാണ് മിനിറ്റിലേക്ക് മാറ്റുക? 3 by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 by 5 into 60 minutes എന്നാണ് വരിക. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 60 by 5 12 ആണ്. ഓക്കെ, അപ്പോൾ 60യുടെ സ്ഥാനത്ത് നമുക്ക് 12 എഴുതാൻ പറ്റും. 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 3 into 12 36 എന്ന് വരും. സോ ദിസ് ഇസ് സെയിം ആസ് 36 മിനിറ്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 12 degree 36 minute. So the angle, central angle in degree measure is 12 degree 36 minute.